നല്ല വെയിലുണ്ട്. ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്ന അത്ര ശരിയല്ല. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞാൽ ഇതാ ചാച്ചാ ബൈ ബൈ കാണിച്ച് സൈക്കിൾ ഓടിക്കുന്നുണ്ടായിന്. അതിൻ്റെ ഇടക്കാണ് സ്വാഗതം പറയാൻ വന്നതല്ലേ മേതുട്ടി. അതെടുത്താടും ഇതാ പോയി മണിക്കൂട്ടിനായിരുന്നു സൈക്കിൾ ഓടിക്കുന്നുണ്ട്. വെയിലാണ്, എന്നാലും എന്താ നല്ല വെയിലാണ്. ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞു അല്ലേ? 4 മണിയാവാനായി. 4 മണിയാവാനായി. അതെ, അപ്പോ എന്നാലും നല്ല വെയിലുണ്ട്. വെയിലുണ്ടെങ്കിൽ ഇവരെ സൈക്കിൾ ഓടിക്കലും പ്രശ്നമൊന്നുമില്ല. മേതൂട്ടി ഇപ്പൊ അംഗൻവാടിയിലൊന്നും പോവാണ്ട് വീട്ടിൽ തന്നെ വെയിലായോണ്ട് ഇതാ ഇതുവരെ അംഗൻവാടി തുറന്നിട്ടില്ല അല്ലേ? എന്തൊന്നും പറയാത്തെ? അംഗൻവാടിയിലെ ഫുഡല്ലേ ഇപ്പം വീട്ടിലേക്കാ കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഒരാഴ്ചത്തേക്കില്ലേ സാധനങ്ങള്. ചൂട് കാരണം എല്ലായിടത്തും ഉണ്ട്. എല്ലാ അംഗൻവാടിയിലും ഉണ്ട്. വെള്ളം തരാ. അയ്യോ, കുമുറെന്ന് പറഞ്ഞ ഇങ്ങനെ എന്നാ പറയണ്ട്, ഇപ്പാണ് പുറത്തേക്ക് വന്നിനി. പിന്നെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് അടുക്കാൻ പറ്റൂല. അകത്ത് അതിനേക്കാളും ചൂട്. പുറത്തെന്ന് വെച്ചാൽ വെയില്. അതുകൊണ്ട് തന്നെ ഇപ്പാന്ന് ഒന്ന് പുറത്തേക്ക്. വൈകുന്നേരമാണ് ഇവരും കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നത്. ഭയങ്കര ചൂട് തന്നെ. അപ്പൊ അതിന്റെ ഈ ചൂടിനെല്ലാം ആശ്വാസം നേടാൻ വേണ്ടിട്ട് പ്രിയ അവൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കുറേ ദിവസമായി ഇപ്പം നമ്മളെന്നാ റെസിപ്പീൻ്റെ ഒന്നും പറയാത്ത വീഡിയോയിൽ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇവരില്ലേൻ്റെ പിന്നെ വെക്കേഷൻ തുടങ്ങിയതിൻ്റെ പിന്നെ കുറേ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിനി. അപ്പം ഇന്ന് ഒരു എന്താണ് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുമ്പോൾ അവൽ മിൽക്ക്. അപ്പം നമ്മൾ സാധാരണ അവൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ പ്ലാത്ര പോയ സമയത്ത് ആടുന്നൊരു അവൽ മിൽക്ക് കുടിച്ചു. അതെന്ന് വെച്ചാൽ മാംഗോൻ്റെ ഫ്ലേവറിലെ ഒരു അവൽ മിൽക്ക്. അപ്പൊ നമ്മള് കഴിച്ചതിന് നല്ല വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് എന്തെല്ലോ കഴിച്ചിട്ടുണ്ട്. കോഫി, ഐസ്ക്രീം ഇട്ടിട്ടില്ലേ? അതെ, ഐസ്ക്രീം ഒന്നും ഇട്ടിട്ടില്ല. ആ ശരിയാ, ഇതാണ് ശരിയായ അവൽ മിൽക്ക്. ഇവര് പക്ഷെ മാംഗോന്റെ ഫ്ലേവർ ഇട്ടു. സംഭവം നല്ല. അത് നമ്മ ചോദിച്ചതാണ് ഏതാണ് നമ്മ കഴിക്കുന്നത്, അവരോട് ചോദിച്ചു കഴിച്ചതാണ്. അപ്പൊ അവര് പറഞ്ഞു, സപ്ലൈ ആയ ചെക്കൻ പറഞ്ഞു ഇങ്ങനെ ഇന്നത് അടിപൊളിയാണ്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് മാങ്ങ വെച്ചിട്ടില്ലേ ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അതിന്റെ മുമ്പേ നമ്മൾ എന്തെല്ലോ ഫ്ലേവറിൽ കഴിച്ചിട്ടുണ്ടല്ലോ അവൽ മിൽക്ക്. സാധാ അവൽ മിൽക്കും കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ അത് ഏതായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന്. ഇന്നലെ വരുന്ന സമയത്ത് മാങ്ങയും മേടിച്ചിട്ട് വന്നിനി. അതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാം നമ്മൾ പിടിച്ചു കഴിഞ്ഞു. തണുക്കാനെല്ലാം വേണ്ടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അത് ഫേസ്ബുക്ക് ചാനലിൽ, അതെ, അതിലാണ് അപ്ലോഡ് ചെയ്യല്. അപ്പോൾ അതിനിപ്പോൾ ഗ്ലാസ്സിലോട്ട് സെറ്റ് ചെയ്യണം അത്രേ. അപ്പം നമുക്ക് ഏതായാലും ഇന്നത്തേൽ നമ്മളെ അവൽ മിൽക്കിൻ്റെ രുചി ഒന്നറിയാം. അതിൻ്റെ ഇടയ്ക്ക് ഒരാളിതാ വെള്ളം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതേ ഇല്ല, അപ്പോഴത്തേക്ക് ഇതാ വെള്ളം ഓ, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അവൽ മിൽക്കിൻ്റെ കടലി എടുത്തിട്ടാ വന്നത്. റെസിപ്പിക്ക് വേണ്ടേ ഇത്? അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ വേണ്ടിട്ട് വെച്ചതാ ഇത്. അത് വേറെ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അവൽ മിൽക്ക് കുടിക്കാൻ തുടങ്ങിയിടാം. അവൽ മിൽക്ക് റെഡിയായി. എങ്ങനെയുണ്ടെന്ന് ഇവര് കുടിച്ചിട്ട് പറയും. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുന്ന അത്ര ശരിയല്ല. ഞാൻ കഴിച്ചു, അത്ര മോശം തോന്നിയില്ല. പക്ഷെ ഇത് കഴിച്ചോക്ക, നേരത്തെ അല്ല ഇത്. നിങ്ങൾ കഴിച്ചു നോക്കിയേ. അത് മേതുവിന് അധികം പഴവും ഇതും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യത്തിൽ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലേ? സെയിം ടേസ്റ്റ് ഇല്ലേ? ഇതില് ഐസ്ക്രീം ഇല്ല. ഐസ്ക്രീം ഇല്ലാണ്ടാണ് നമ്മൾ ഐസ്ക്രീം ഇട്ടൊന്നും ഉണ്ടാക്കിയേ മുന്നേ. ഇതിപ്പോ മാങ്ങ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ശ്രീകുട്ടനോട് ഐസ്ക്രീം ഉണ്ടാവും. ശ്രീകുട്ട, ഇതിൽ ഐസ്ക്രീം ഇല്ലാണ്ട് എങ്ങനെയുണ്ട്? അതെ, ശ്രീകുട്ടന് ഇഷ്ടമായി എന്നാ പറയുന്നത്. ഇവിടുന്ന് ഇയാള് പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ വീഡിയോ എടുക്കുമ്പോൾ കഴിച്ചു. അപ്പൊ ഫേസ്ബുക്കിലേക്ക് മണിക്കുട്ടന് പണി മിക്സ് ചെയ്ത് കഴിക്കുക. നല്ലോണം മിക്സ് ചെയ്യും. ഒന്നാമെന്ന് പറഞ്ഞാൽ ഈ ചൂട് സമയത്ത് കുറച്ചൊരു തണുപ്പില്ലതും ഉച്ചക്കെല്ലാം ഭക്ഷണം കഴിക്കല് പൊതുവേ കുറവാണ് അല്ലേ പ്രിയ? ഇവര് അങ്ങനെ ഉച്ചക്കൊന്നും വെള്ളവും ജ്യൂസ് എല്ലാം ആയിട്ട് മതി. അതെ, വെള്ളവും ജ്യൂസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ
നമുക്ക് കഴിക്കാൻ തോന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള ലഘു എന്തെങ്കിലായിട്ട് കഴിക്കുമ്പോ പിന്നെ വിശപ്പ് നല്ലോണം അടങ്ങും. അവലും ആയോണ്ട് അതെ 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 വിശപ്പ് നല്ലോണം പോവും. ഒന്നും വേണ്ട കേട്ടാ, ഇങ്ങനെ ഉച്ചക്കായാലും ഭക്ഷണം കഴിക്കല് കുറവാണ്. ഓള് ഇനിയിലെ സാധനങ്ങള് കടലയും അത് ഇതെല്ലാം നേരത്തെ എടുത്ത് കഴിച്ചു. വേണ്ടത് ഇൻഗ്രീഡിയൻസ് മറ്റേ കടല, അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം അവള് കഴിക്കാം. പിന്നെ കേട്ടന നീത്തി എന്തോ തമ്മിലടാ കുശലം പറച്ചിലും കൈസും കെട്ട മാത്രമേ ഓക്കൊന്നും കൊടുത്തതാണ്. പക്ഷെ ഓള് കഴിച്ചിട്ടല്ലേ ഇനി ഓൻ്റെ എടുക്കുന്ന എത്തി നിൽക്കുവായിരുന്നു. അപ്പൊ നമ്മള് കുളിയെല്ലാം കഴിഞ്ഞ് ഒന്ന് നരിക്കോട് പോയിട്ട് വരാന്ന് വിചാരിച്ചതാണ്. അപ്പൊ പോവാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല മഴ ചാറിലടിക്കുന്നുണ്ട് ഇങ്ങോട്ട്. മഴ മാത്രല്ല ഇടിയും മിന്നും എല്ലാം ഉണ്ട്. ആ ഇപ്പൊ കിട്ടുന്നിതാ അതാ മിന്ന് അത് മിന്നലാണ്. ഇനി ചൂട് കൂടുതലായിരിക്കും. ആദ്യത്തെ മഴയാകുമ്പോ നമുക്ക് കണ്ടിരിക്കാനൊരു രസമായിരിക്കും. കുറച്ച് പെയ്തോണ്ടിരിക്കുമ്പോ മടുപ്പ് വരും. നമുക്ക് പോണ്ടേ, അമ്മാമനെ കാണാൻ പോണ്ടേ? കാറ് പോകുമ്പോ കോട്ട് വേണ ദൈവേ. അല്ല കഴിഞ്ഞ പ്രാവശ്യം അതെന്താന്ന് പറയാൻ കാരണം വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സ്കൂട്ടിയിൽ പോകുമ്പോ ഇവക്ക് കോട്ടിട്ടിട്ടല്ലേ പോയി. അതെ ഇവക്ക് കോട്ടിട്ടിട്ട് നമ്മൾ എല്ലായിടത്തും പോലുണ്ടായിന്. ഓളെ നീലേച്ചിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിട്ട് മറ്റേ സ്ലൈം എല്ലാം റെഡിയാക്കി വെച്ചു. എല്ലാം മോശമായതാ അത്. എന്നോട് ആദ്യം അതാ എടുത്തിനി. എന്നിട്ട് പറഞ്ഞു ഇത് ഏച്ചിന്റെ അടുത്ത് കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞ് നിന്നാണ്. അപ്പോഴേക്ക് മഴ വന്നു മേതുടിനെ പറ്റിച്ചു. മഴ ഒന്ന് കുറച്ചൊന്ന് പറഞ്ഞു നമുക്ക് പോവേ. പക്ഷെ നല്ല മഴയായിട്ടാ വരുന്നത്. ഇഷ്ടപ്പെട്ടോ മേതുടിക്ക്? കളിക്കാൻ തോന്നുന്നു. ഇടിയാകുമ്പം കളിക്കാൻ പാടില്ല. മഴക്ക് ഇടിയും മിന്നും ഉണ്ടാകുമ്പോ മഴക്ക് കളിക്കാൻ പാടില്ല. ചറപറ മഴ പെയ്യുന്നു. അപ്പൊ മേതുട്ടി ഒരു 2 പാട്ട് പാടുന്നു. ആ മഴ മഴ പെരുമഴ. ആ മഴ വന്നാൽ മറന്നുപോയി. അമ്മാവിയോട് ചോദിച്ചിട്ട് വന്നതാണ് എന്നാ പറയേണ്ടത്. എന്നാ പൊട്ടിക്കണ്ട്. ഇപ്പൊ മഴയും ബിസ്ക്കറ്റും ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. നോക്കട്ടെ പൊളിക്കാല. മഴക്ക് കഴിക്കാൻ വേണ്ടി നല്ല രസാണ്. ഇങ്ങനെ പൊളിക്കും. ക്രാക്ക് ജാക്കാണോ? ചുട്ടാണ്ട് കിട്ടുന്നല്ലോ. ഇതെല്ലാം ആദ്യം ഉണ്ടാവില്ല, പിന്നെ രാവിലെ പ്രാവാൻ തുടങ്ങും. അങ്ങനെ ഇതാ സമയം രാത്രിയായി. അതിൻ്റെ ഇടയ്ക്ക് മഴയെല്ലാം പെയ്ത് കറണ്ടെല്ലാം പോയിട്ടുണ്ടായിനി. അപ്പോൾ പിള്ളേരുടെ 2 ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് അരിക്കോടെല്ലാം പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ തീരുമാനം മാറ്റിയതായിരുന്നു. നാളെ പോവാ വിചാരിച്ചു. നല്ല ഇടിയും മിന്നും എല്ലാം ഉണ്ടായിനി. അപ്പൊ എങ്ങനെയും പോവാൻ പറ്റാത്ത. അപ്പൊ ഇതെല്ലാം കറണ്ടെല്ലാം തിരിച്ചു വരുമ്പോഴേക്കും കുട്ടികൾക്ക് നല്ല ഉറക്കത്തിന്റെ വന്നു. പിന്നെ അവരെ കുളിപ്പിക്കലും കാര്യമെല്ലാം കഴിഞ്ഞ് 2 നല്ല ഉറക്കത്തിലാണ്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയില്ലോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ കൃഷ്ണ എന്നുള്ള ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.